പുതിയുഗ യാത്രയുടെ സമാപനവും അതിനോടനുബന്ധിച്ചുള്ള ലോഞ്ചിങ്ങുമാണ് പ്രകടന പത്രിക എന്നുള്ള നിലയിൽ അവതരിപ്പിച്ചത്. എന്നാൽ ഇത് ഓൾ ഓവർ കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഒരു സുഖം തോന്നും. കൊള്ളാമല്ലോ, രാഹുൽ ഗാന്ധി ഇങ്ങനെ പലതും പ്രഖ്യാപിച്ചു, ഇതൊക്കെ നടപ്പിലാക്കി കാണുമല്ലോ, നടപ്പിലാകുമല്ലോ എന്നൊക്കെ ഒരു ധാരണ നമ്മുടെ മനസ്സിലൊക്കെ പെട്ടെന്ന് മുളപൊട്ടി വരും. ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കാനിരിക്കുന്ന, ഇടതുപക്ഷത്തിന് വേണ്ടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം സംഘടിപ്പിക്കണം, എന്തൊക്കെ കൊണ്ടുവരണം, ആ പ്രകടന പത്രികയൊക്കെ നോക്കിയിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്ത ഷോക്കായി പോകും. ഒരു പിണറായി 3.0 എന്ന് പറയുന്ന ഒരു മോഹത്തിലേക്കൊക്കെ നടക്കുന്നവർക്ക് തീർച്ചയായും ഇതൊരു ഇരുട്ടടിയായി മാറാനാണ് സാധ്യത. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ പ്രഖ്യാപിച്ചത് മറ്റാരുമല്ല, നമ്മുടെ പഴകുളം മധു പറഞ്ഞ പോലെ പ്രഖ്യാപിച്ചതേ ആളിൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് രാജീവ് ഗാന്ധി എന്നാണ്. ശരി, ഇതേ രാജീവ് ഗാന്ധി തന്നെയാണല്ലോ രാജ്യത്ത് RSSന് വഴിവെട്ടിയത് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. ഇതേ രാഹുൽ ഗാന്ധി തന്നെയാണല്ലോ കുറേ കാലമായി ഇങ്ങനെ കോൺഗ്രസിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് നമുക്ക് ആലോചിക്കണം. ഇതേ രാഹുൽ ഗാന്ധി തന്നെയാണല്ലോ കോൺഗ്രസ് വിവിധ സംസ്ഥാനങ്ങളിൽ പരാജയപ്പെടുന്നതിന് കാരണഭൂതനായി മാറിയ ഒരു വ്യക്തി എന്ന് നമ്മൾ ആലോചിക്കണം. ഇതേ വ്യക്തിയുടെ പാർട്ടിയിൽപ്പെട്ട ഒരാൾ തന്നെയാണല്ലോ ഒപ്പമുണ്ടായിരുന്ന ഡൽഹിയിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ തീഹാർ ജയിലിലേക്ക് പറഞ്ഞുവിടാനുള്ള പരാതി ഉയർത്തിയത് എന്നും ആലോചിക്കണം.